എവ്രിവൺ, ഞാനിപ്പോൾ ഉള്ളത് വെഞ്ഞാറമൂടുള്ള സ്നേഹസ്പർശം എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. സജനയ്ക്ക് ഈ സ്ഥലം അറിയായിരിക്കും അല്ലേ? ഫെബ്രുവരി 15 ഈശ്വര, ഈ ഒരു കോണ്ടന്റ് എന്ന് അവസാനിക്കുമോ ഞാൻ ആലോചിച്ചു. ഞാൻ ഇത്രയ്ക്ക് അടുപ്പിച്ച് 3 ദിവസം, കാരണം ഈ ഒരു വിഷയത്തിൽ നിന്ന് മാറി ഒരു വേറൊരു കോണ്ടന്റ് എടുത്തു പോയാൽ നമുക്ക് കൺഫ്യൂഷൻ അടിച്ച് ആകെപ്പാടെ കുളമായി പോകും. ഇതിപ്പോ ഓരോ മണിക്കൂർ ഓരോ വ്യക്തികൾ ഇങ്ങനെ ഓരോ വീഡിയോസുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അതെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഇതിനെ കുറിച്ച് കൂടെ സംസാരിക്കണം. ഫെബ്രുവരി 15 ഈ പറയുന്ന ദിയാസര അടിച്ചു കയറ്റി എന്നൊക്കെ നമ്മുടെ സജന വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ അതാണ്ട് പക്കയായിട്ട് അത് പൊളിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ഞാനിവിടെ ഇപ്പം നിങ്ങൾക്ക് മുന്നിൽ വെച്ച് തരാം. ഇത് നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം. ഈ ഒരു വിഷയത്തിൽ പരമാവധി ഷെയർ ചെയ്തു, പരമാവധി ഇത് ഷെയർ ചെയ്യണം. എല്ലാവരും ഒന്ന് ലൈക്കും കൊടുത്തോ. ജസ്റ്റിസ് ഫോർ ഫിറോസിന് തന്നെ കമന്റ് ബോക്സിൽ കൊടുത്തോ. ജസ്റ്റിസ് ഫോർ ഫിറോസ്. ആ ഒരൊറ്റ വിഷയത്തിലാണ് ഇവിടെ ഇപ്പൊ ദിയ പെടുന്നത്, ഈ പറയുന്ന റോഷിനി പെടുന്നത്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പെട്ടോണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. സജന അറിയില്ല എന്ന് പറയരുത്. സജനയ്ക്ക് പ്രത്യേകം അറിയാം ഈ സ്ഥലം. കാരണം സജന ഇവിടെ വന്നിട്ടുണ്ട്, സജനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാനസികാരോഗ്യം വെല്ലുവിളികളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് അമ്മമാർ നിൽക്കുന്ന സ്ഥലമാണ്. ഇതിന്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് ജലീലിക്കയും സുജിയും. അപ്പോഴേ ബാക്കി കാര്യങ്ങൾ അവര് പറയും. എന്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും 1 മണിക്ക് ഇടയ്ക്കാണ് നീ ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. കാരണം എന്തോ ഇനി ഈ അമ്മമാരുടെ പ്രാർത്ഥനയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി കാര്യങ്ങളെല്ലാം ഇക്ക പറയും. നമസ്കാരം, എന്റെ പേര് ജലീൽ എന്നാണ്. ഞാൻ ഒരു സ്നേഹസ്പർശം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ നടത്തുന്ന ആളാണ്. അപ്പോൾ ഇന്ന് പുലർച്ചയോടുകൂടി ഞാൻ ഈ സജനാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു. അത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ദിയാസനയുടെ വാട്സപ്പിലേക്ക് നമുക്ക് ഓൺലൈനിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടനെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിയാസന ഈ 2-ാം മാസം 2 പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നിട്ട് ഏകദേശം ഒരു ദിവസം ഫുള്ള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അന്ന് എറണാകുളത്തെ മറ്റോ പോകാനുണ്ട്, വരുന്ന വണ്ടി എന്തോ ഡിലേ ആണെന്നോ ഒക്കെ പറഞ്ഞിട്ട് അത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. 9-ാം തീയതി 2-ാം മാസം 9-ാം തീയതി വന്നിട്ടുള്ളത് സൽമാൻ മേഘ, ഇവരുടെ വിവാഹ വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ആർട്ടിസ്റ്റുകളാണ്. അതെ. പിന്നെ 2-ാം മാസം 15-ാം തീയതി ദിയാസന. 2-ാം മാസം 15-ാം തീയതി ദിയാസന. അന്ന് തലേദിവസം വാലന്റൈൻസ് ഡേ ആയിരുന്നു. അപ്പം വരാൻ പറ്റിയില്ലേക്ക, അമ്മമാരെ കാണണമെന്നും പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ എറണാകുളത്ത് എവിടെ പോകണമെന്നും പറഞ്ഞിട്ടൊക്കെയാണ് നിന്ന് ഞാൻ ഉറക്കം പറയണമെന്നും പറഞ്ഞിട്ട് കയറി പോകാൻ പോയി. പിന്നെ വൈഫൊക്കെയാണ് കൂടെ ഇരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇവര് 1:20 മണിയോട് കൂടി പോയി എന്നാണ് ചെയ്യുന്നത്. പിന്നെ കൂടാതെ പല സാഹചര്യത്തിലും ആർട്ടിസ്റ്റുകളെയും കൊണ്ട് വരലുണ്ട്. ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം രാവിലെ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 11 മണി 10 മണി ഈ സമയത്തൊക്കെയാണ്. കണ്ടല്ലോ, തെളിവ് വരെ ദൈവമുണ്ടെന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോ ഈ കണ്ടത്. അവര് ചിലപ്പോൾ ഈ അമ്മമാർക്ക് ചോറ് കൊടുക്കുന്നതിന്റെ പുണ്യമായിരിക്കാം ചിലപ്പോൾ അവരെ രക്ഷിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഫെബ്രുവരി 15 ഈ പറയുന്ന ദിയാസന അവിടെ ആയിരുന്നു. ഈ പറയുന്ന സജനെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് നടിമാരെയൊക്കെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിലാണെങ്കിലും നമ്മൾ ഈ ഒരു അനാഥാലയത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളും കാര്യങ്ങളൊക്കെ അവിടുത്തെ പാവപ്പെട്ട അമ്മമാർക്കൊക്കെ കൊടുത്ത വളരെ നല്ലൊരു കാര്യമായിരിക്കും. അത് കാണുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. ഈ വീഡിയോ കാണുന്ന എത്ര പേരെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളോട് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യുവാണ്, ഒരു നേരത്തെ അന്നം കൊടുക്കുന്നെങ്കിൽ കൊടുക്കുക. ഓക്കെ. സ്പെൻഡ് ചെയ്യാറുണ്ട്. ഒരു ഫംഗ്ഷൻ വരുന്നെങ്കിലും സുഹൃത്തുക്കളെ കൂടെ വരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 8-9 മണിക്കൂർ ഇവിടെ ഒരു സ്പെൻഡ് ചെയ്തിട്ടേ പോകാറുള്ളൂ. അമ്മമാരുമായിട്ട് ഡാൻസ്, പാട്ട്, അവരെ എന്തൊക്കെയും ചെയ്യാൻ ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റികളുമായിട്ട് പുള്ളിക്കാരി എൻഗേജ് ആണില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുള്ളിക്കാരിയെ കോണ്ടാക്ട് ചെയ്തു. ഞങ്ങളിവിടെ ഞങ്ങളുടെ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇനോഗ്രേഷന് വേണ്ടി പുള്ളിക്കാരി ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ചു. പുള്ളിക്കാരി ബിസിയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ട്. ഇനി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞാൻ കൂടിക്കോളാം. എപ്പോഴാണ് ക്ലോസ് ചെയ്ത് നമ്മള്. പിന്നെ ഞങ്ങൾ അന്ന് വന്നത് ആ സമയത്ത് സജന വന്നതിന്റെ ഒരു ഇതുണ്ടല്ലോ.
അല്ല സജന വന്നതിന്റെ വീഡിയോ എന്റെ ഇൻസ്റ്റഗ്രാമിലുണ്ട്. അപ്പൊ മനസ്സിലാവും സജന ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, സജന എന്നെ വെല്ലുവിളിച്ചത് 15-ാം തീയതി 12 മണിക്കും 1 മണിക്കും ഇടയിൽ എന്റെ ബ്ലഡ് ടെസ്റ്റോ മുടി ടെസ്റ്റോ എന്നെ ഗവൺമെന്റോ സർക്കാരോ നാട്ടുകാരോ ക്രൂശിച്ച് അടിച്ച് ഇടിച്ച് എന്നെ ഉപദ്രവിച്ച് എന്നെ കൊന്നു കളഞ്ഞ് ഏതെങ്കിലും രീതിയിൽ പരിശോധന നടത്താനാണ്. ഞാൻ പരിശോധിക്കാൻ ഇപ്പോഴും വില്ലിങ്ങാണ്. പക്ഷെ ഒരു കാര്യം പറയാണ്, അവള് വിളിച്ച ആ ദിവസവും ആ സമയവും ഒക്കെ ഞാൻ നിങ്ങളെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഇത് ചിലപ്പോ ഈ ഇവിടുത്തെ അമ്മമാരുടെ ഒരു പ്രാർത്ഥനയായിരിക്കാം ഇതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ അത്രയും ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ഇത് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോഴേ റസൂൽ പൂക്കുട്ടിയും സജനയും തമ്മിലുള്ള വിഷയം നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ച മറയ്ക്കാൻ വേണ്ടിയിട്ട് ദിയാസനയുടെ മേലിൽ ഒരു വലിയൊരു അലിഗേഷൻ. എനിക്കും കുടുംബമുണ്ട്, എന്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം. ഒരു 19 വയസ്സുകാരൻ പയ്യനാണ്. അവനിപ്പോൾ അവൻ നല്ല രീതിയിൽ പഠിക്കാനും നല്ല സ്പോർട്സിനൊക്കെ നല്ല ടാലൻ്റ് ഉള്ള ഒരു പയ്യനാണ്. പക്ഷെ അവനിപ്പോഴും അവൻ വിളിച്ചിട്ട് അവൻ്റെ അമ്മയെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അവൻ ഇതിനേക്കാളുള്ള മാറ്ററോ കാര്യങ്ങളൊന്നും ചോദിക്കത്തില്ല. അമ്മ സ്ട്രോങ് ആയിട്ട് മാത്രമായിട്ട് നിൽക്കുക, അത്രേ അവൻ പറയത്തുള്ളൂ. വെറുതെ ഇരിക്കുന്ന പിള്ളേരെയും കൂടെ എന്തിനാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മനഃപൂർവ്വം ഓരോരുത്തരെ വീട്ടിൽ ചെന്നിട്ട് ഉള്ള ഇന്റർവ്യൂ എടുക്കുക. ആ കൊച്ചൻ പോലും അവരെ കണ്ടിട്ടില്ല. ഇപ്പം താത്തയുടെ അക്കൗണ്ടിൽ നിങ്ങളെല്ലാവരും കണ്ടുവാണല്ലോ ഇവരുടെ ബിന്ദുവിൻ്റെ ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ. ഈ പറയുന്ന അവൻ്റെ കൊച്ചൻ്റെ അച്ഛൻ്റെ അമ്മയുടെയോ സഹോദരിയുടെ ഒക്കെ ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടു കാണല്ലോ. താത്തയുടെ ചാനലിൽ എടുത്തിട്ടുണ്ട്. അവൻ ആ പയ്യൻ അവരെ പോലും കണ്ടത് ഇത്ര വർഷം മുമ്പുള്ള കഥയാണ്. അതിൻ്റെ സത്യാവസ്ഥ ഇതൊന്നും അല്ല. ഓക്കെ, അതിനെക്കുറിച്ചൊന്നും ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ വരുന്നില്ല. കാരണം അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ കിട്ടും, ചിലപ്പോൾ റവന്യൂ കിട്ടുമായിരിക്കും. പക്ഷെ അത് താല്പര്യമില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ വിഷയം തിരിഞ്ഞു മാറും. റസൂൽ പൂക്കുട്ടി നൈസായിട്ട് അങ്ങ് സ്കിപ്പായി പോകും അല്ലേ? അത് നമുക്ക് പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വിഷയമേ എടുക്കാത്തത്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യത്തിൽ മാത്രമാണ്. ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് തന്നെ. എന്ത്? ഫിറോസിൻ്റെ കാര്യത്തിലാണ്. ഫിറോസിൻ്റെ ആ ഒരു കാര്യത്തിൽ തെന്നി മാറാൻ ഇവർ നല്ല രീതിയിൽ വെളുക്കാൻ വേണ്ടിയാണ് ഇവർ ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ദിയാസനപ്പെടുത്തി ഈ പറയുന്ന ഒരു 17 വയസ്സുകാരുടെ കേസ് കേട്ട് ഓക്കെ, അത് തെളിയണം കേട്ടോ, അത് തെളിയണം. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷയും മേടിക്കണം എന്ന് വെച്ച് ഈ പറയുന്ന സജന വിളിക്കുവോ? ഇല്ല. പൂക്കുട്ടി വിളിക്കുവോ? ഇല്ല. നാറി. അല്ല ഇപ്പം എന്ത് പറയാനാ? ഞാൻ സഹായിച്ചതിന്റെ പേരിലാണ് ഞാൻ ഈ പഴി മുഴുവനും കേൾക്കുന്നത്. ഞാൻ 2-3 ദിവസമായി പലരും വന്ന് എൻ്റെ അടുത്ത് പല രീതിയിൽ സംസാരിക്കുന്നു. എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ ഇതുപോലുള്ള വലിയ പ്രതിസന്ധികൾ കടന്നു വന്നവൾ തന്നെയാണ്. എന്നെ കൂട്ടിക്കൊടുപ്പുകാരി, മറ്റവള്, വേശ്യ, ഈ സമൂഹത്തിന് ഒന്നിനും കൊള്ളാത്തവള്, അങ്ങനത്തവള്, ഇങ്ങനത്തവള്, ഇതൊക്കെ ഞാൻ കുറേ വർഷങ്ങളായി കേൾക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ എന്റെ ഫേസ്ബുക്കിന്റെ അടിയിൽ ഒരുപാട് സംഘപരിവാർ അജണ്ടകളോട് കൂടിയ ആളുകൾ വന്ന് എന്നെ അങ്ങ് ആക്രമിച്ച്, ഒരു മുസ്ലിം സ്ത്രീയാളിന്റെ പേരിൽ എന്നെ അങ്ങ് ആക്രമിച്ച്, എന്റെ മതത്തെ വച്ചിട്ട് എന്നെ ആക്രമിച്ച് എന്നെ ഇല്ലാതാക്കുന്ന തരത്തില് നിങ്ങൾ എന്റെ ജെൻഡറിനെ, എന്റെ സെക്ഷുവാലിറ്റിയെ, ഞാനെന്ന് പറയുന്ന വ്യക്തിത്വത്തെ, ഞാനൊരു കാര്യം പറയാം, ഞാൻ എവിടെയും തോറ്റു പിന്മാറി പോകുന്ന ഒരാളല്ല. ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. എന്റെ മടിയിൽ കനമില്ല. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് സമൂഹത്തിന്റെ ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. പക്ഷെ എനിക്കിതിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. സജന ചെയ്തത് ഒരിക്കലും മറക്കുകയില്ല. ഞാൻ അതിന്റെ പുറകിൽ നിന്ന് ഇനി എന്നെ കൊന്നു കളഞ്ഞാൽ പോലും ഞാൻ പിന്മാറത്തുമില്ല. സജനയുടെ റസൂൽ പൂക്കുട്ടിയുടെ കഥ ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ല. അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് ചെറുതൊന്നുമല്ല, ഇനി വലുത് വരാനിരിക്കുന്നത്. എനിക്കിത് പ്രൂവ് ചെയ്യണമായിരുന്നു ഗൈസ്. എന്റെ സംസാരത്തിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്റെ മാത്രം ഒരു പ്രശ്നമാണ്. അത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് എല്ലാവരും കണ്ടല്ലോ. ദൈവം ഉണ്ടോണ്ടല്ലേ അതിപ്പോൾ പ്രൂവ് ചെയ്യാൻ പറ്റിയത്. പിന്നെ അല്ലാതെ എന്തെങ്കിലും തെളിവോ കാര്യം ഉണ്ടെങ്കിൽ അവർ പുറത്തുവിടട്ടെ. എത്ര ഈ പറയുന്ന വെറുതെ കിടന്ന ദിയാസനെയൊക്കെ പിടിച്ചിട്ടുണ്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു വീട്ടുകൾക്കൊക്കെ. ഇട്ടതിന്റെ ഫലമാണ് ഇപ്പം മറ്റുള്ളവർ അനുഭവിക്കാൻ പോകുന്നത്. എന്തായാലും അവരവിടെ തെളിവ് സഹിതം അവരെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്ത്. അവർക്ക് അതുപോലും ഓർമ്മയില്ലായിരുന്നു. ആ പുള്ളിക്കാരനാണ് എല്ലാ കാര്യങ്ങളും. ഒന്ന് ആലോചിച്ച് നോക്കി. അതാണ് ഇപ്പം പണ്ടുള്ളവർ പറയുന്നത് ശരിയാണ്. മോനെ, നീ എന്തെങ്കിലുമൊക്കെ പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ നന്മ ചെയ്യും, ചിലപ്പം ദൈവം അങ്ങ് ക്ഷമിച്ച് വിട്ടേക്കൂ എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അടുത്ത കേസ് കേട്ടിലും നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു ഒരു വിഷയം വന്നപ്പോഴും. ഓക്കെ, ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു വിഷയത്തിൽ കുറേ പാവങ്ങളെ പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം പണമുണ്ട്, പിന്നെ അതുപോലെ വളച്ചൊടിക്കാൻ കുറച്ച് ആൾക്കാരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. പരമാവധി വിഷയം ഷെയർ ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.